ഹായ്, നല്ല മഴയല്ലേ? എല്ലാവർക്കും ഇതേപോലെ മഴ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 2-3 ദിവസമായി നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിൽ ഉദിച്ചപ്പോൾ ചെടികളൊക്കെ ഒന്ന് പൂവിട്ട് നിൽക്കുന്നത്, ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെടികളെല്ലാം കുറേ ചീഞ്ഞു പോയിട്ടുണ്ട്. 2-3 ദിവസത്തെ മഴക്ക് തന്നെ എല്ലാം ഇങ്ങനെ കോവയ്ക്കയുടെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഭംഗി നിൽക്കുന്നുണ്ടായിന്. ഇനിയിപ്പോൾ കോവയ്ക്ക ഒന്നും കോവയ്ക്ക, പയർ ഇതൊക്കെ കിട്ടുന്നത് കുറച്ച് കഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ മുളകെല്ലാം ഇങ്ങനെ കുറേശ്ശെ പച്ചമുളകെല്ലാം ഓരോന്ന് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ എന്താവുമെന്നറിയുന്നില്ല. എന്നാലും മഴ പെയ്യട്ടെ. അപ്പോൾ മുളക് തൈകളെല്ലാം മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുതായി എൻ്റെ ഈ ഒരു തോട്ടത്തിലേക്ക് വന്ന ഒരു ചെടി എന്ന് പറയുന്നത് ഈ പുതിനയിലയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞ് രണ്ട് നല്ല ചെറിയ ഇത് കിട്ടി, ചെടിയുടെ ഒരു തണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ 2-3 ചട്ടിയിൽ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ കുപ്പിയിലും കുറച്ചായിട്ടുണ്ട്. അപ്പോൾ പുതിനയില വളർത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് പുതിനയില. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട ആവശ്യം തന്നെയില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പുതിനയില, മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടുന്ന കുറച്ച് വിഭവങ്ങളായി. പിന്നെ നമുക്ക് പയർ കുറച്ച് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ കുഞ്ഞു ചെടികളൊക്കെ ഇവിടെ എല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇതൊക്കെ തന്നെ. താങ്ക് യു.